സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. സെവന്ത് ഡേ എന്ന് പറഞ്ഞാൽ താരതമ്യേന പുതിയ ആളുകളുടെ സിനിമ ചെയ്തപ്പോൾ രാജുവേട്ടന് ട്രസ്റ്റ് ഉള്ള ഒരാൾ എന്ന് പറയുന്ന രീതിയിൽ രാജുവേട്ടൻ ഈ ഗ്യാങ്ങിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് വെച്ച ആളാണ് സുജിത് വാസുദേവ്. ഈ സിനിമയുടെ ക്വാളിറ്റിയും ബാക്കിയൊക്കെ മാറ്റിയെടുത്തു. സുജിത് വാസുദേവ് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറിന് രാജുവേട്ടൻ ഇത്രത്തോളം പ്രാധാന്യം നൽകാൻ, അല്ലെങ്കിൽ ഇത്രത്തോളം രാജുവേട്ടൻ ആ ഒരു വിശ്വാസം കൊടുക്കാനുള്ള ഒരു കാര്യം എന്താണ്? എനിക്ക് അയാളുടെ ടാലന്റിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അയാളുടെ ആസ് എ സിനിമാറ്റോഗ്രാഫർ അയാളുടെ ടാലന്റ് എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ അയാളുടെ ടാലന്റിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. സുജിത് വാസുദേവ് ഒരു ഔട്ട് ഓഫ് ദി ഓർഡിനറി ടാലന്റ് ആണെന്ന് ആദ്യം എന്നോട് പറയുന്നത് എൻ്റെ ചേട്ടനാണ്. ആക്ച്വലി നായകൻ എന്ന് പറഞ്ഞ സിനിമ അത് ശരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്ന മനോജ് പരമഹംസയും വിജയ് ഉലകനാഥനുമാണ്. പക്ഷെ അതിൻ്റെ അവസാന ക്ലൈമാക്സ് പോർഷൻ ഒരു ക്ലാഷ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 3-4 ദിവസം സുജിത് വാസുദേവ് ആ പടം പോയി വർക്ക് ചെയ്തു. ആ 3 ദിവസം വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചേട്ടൻ അതിൻ്റെ ലൊക്കേഷൻ വിളിച്ച് പറയായിരുന്നു, രാജു ഒരു പുതിയ ക്യാമറമാൻ ഉണ്ട് കേട്ടോ, സുജിത് വാസുദേവ്, അയാളൊരു ഭയങ്കര കക്ഷി. എൻ്റെ ചേട്ടൻ എന്നോട് ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ അതെ അല്ലേ, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അടുത്ത ലിജോയുടെ പടം നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്തപ്പോൾ ലിജോ പറഞ്ഞു സുജിത്, ഞാൻ അന്ന് പറഞ്ഞ കഷ്ടമല്ലേ, ഓക്കെ. പക്ഷേ സിറ്റി ഓഫ് ഗോഡിൻ്റെ ഷൂട്ടിങ്ങോടുകൂടി ഞാൻ അയാളുടെ ഫാനായിപ്പോയി. ഞാനവിടെ ഫാനായിപ്പോയി ശരിക്കും. ഇയാളെല്ലാം ഞാൻ അയാളുടെ ഫാനായിപ്പോയി. അപ്പോൾ എനിക്ക് സുജിത്തിനെ ഭയങ്കരമായിട്ടുള്ള ഒരു എനിക്ക് വിശ്വാസമുണ്ട്. കാരണം പിന്നെ നമുക്കറിയാം സുജിത്ത് എത്രത്തോളം നമ്മുടെ കൂടെ ഈ സിനിമയ്ക്ക് നിന്നു എന്നുള്ളത് അല്ലേ. അത് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമറമാൻ ചെയ്യേണ്ട ജോലി മാത്രമല്ല സുജിത്ത് ചെയ്തത്. സുജിത്ത് കോസ്റ്റ്യൂം വാങ്ങിക്കാൻ പോകാൻ കോസ്റ്റ്യൂമറിൻ്റെ കൂടെ പോകാൻ, നമ്മളിപ്പോൾ ടൈറ്റിൽ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം ബാംഗ്ലൂർ സുജിത്ത് ഞാൻ വിളിക്കുമ്പോൾ കടയിൽ അപ്പോൾ ഞാൻ നിങ്ങൾ പോയാൽ അല്ല, എനിക്ക് അതിൻ്റെ ആ കറക്റ്റ് കളർ എനിക്ക് കിട്ടണം. അവർ ഫോണിൽ ഫോട്ടോ എടുത്ത് അയച്ചാൽ ചിലപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് കളറിൻ്റെ ടോൺ ചിലപ്പോൾ പഠിക്കില്ല. അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന ഒരാളും എനിക്ക് തോന്നുന്നു സുജിത്തേട്ടന് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ബംഗ്ലാനായിട്ടായിരിക്കും ആർട്ടിലെ. അല്ല ഇതാണ് പിന്നെ എനിക്കെന്താ വെച്ചാൽ സുജിത്തിന്റെ ഗുണം എന്താ വെച്ചാൽ ആർക്ക് വേണേ പോയിട്ട് ഒരു സജഷനോ ഈവൻ ലൈറ്റിങ്ങിൽ വരെ അല്ലേ സുജിത്തിനോട് പോയിട്ട് സുജിത്ത് നമുക്ക് ആ ലൈറ്റ് ഓഫ് ചെയ്താൽ സുജിത്ത് ചിന്തിക്കും, ആ ലൈറ്റ് ഓഫ് ചെയ്താൽ അതിനകത്തൊരു ക്രെഡിറ്റ് ഉണ്ടെന്ന് കണ്ടാൽ സുജിത്ത് ഒരു മിനിറ്റ് എന്നുകൊണ്ട് അപ്പം തന്നെ എന്തെങ്കിലും ചെയ്യും. അതല്ല മണ്ടത്തരാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മുഖത്തോയി പറയുന്നത് പറയില്ല ലൈറ്റ് ഓഫ് ചെയ്ത് എങ്ങനെ കാണുന്നത്. അപ്പം തന്നെ എനിക്ക് അതായിരുന്നു വേണ്ടത്. അങ്ങനെ ഒരാൾ വേണം. ഒരു പുതിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തും പോയി ചോദിക്കാനും നിങ്ങൾക്ക് എന്ത് സജഷനും ധൈര്യമായിട്ട് പറയും. ഇപ്പോൾ സുജിത്തിനോട് എന്തും പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഷാമിനോ അഖിലിനോ ആർക്ക് വേണേ പോയിട്ട് ചേട്ടാ അത് ഇങ്ങനെ എടുത്തുകൂടെ അങ്ങനെ ചെയ്യണം എന്തും ചോദിക്കാനുള്ളൊരു ധൈര്യമുണ്ട്. അത് ആവശ്യമായിരുന്നു. അതേപോലെ തന്നെ സുജിത്തേട്ടൻ ചെയ്ത വിഷ്വല് അത്ര ഫ്ലോ. ഇപ്പൊ 7th ഡേ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് രണ്ടാമത്തെ ഒരു നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു മ്യൂസിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അതും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ദീപക്കേട്ടനെ ഈ സിനിമയിലാണ് പരിചയപ്പെടുന്നത്. അഖിലും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഈ സിനിമയിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ദീപക്കേട്ടനെയും ഇതിനകത്തേക്ക് ഫസ്റ്റ് റെഫർ ചെയ്യുന്നത് പൃഥ്വി തന്നെയായിരുന്നു. ദീപകിലെ മ്യൂസീഷ്യനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ദീപകിന് ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട് മലയാളത്തിൽ. ആ ഹിറ്റ് പാട്ടുകളിലൂടെ നമ്മൾ അറിഞ്ഞ ദീപക് ദേവ് അല്ലാത്തൊരു ദീപക് ദേവ് ഉണ്ട്. ഒരു കുറച്ച് ഔട്ട് ഓഫ് ദ വേ ആയിട്ട് മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന, അൺകൺവെൻഷണൽ ആയിട്ട് മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ദീപക് ദേവ് ഉണ്ട്. ആ ദീപക് ദേവിനെ വളരെ ചുരുക്കം ചില സിനിമകളെ ചൂഷണം ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഒരു സിനിമ എൻ്റേതാണെന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു. ഉറുമി എന്ന് പറഞ്ഞാൽ ഉറുമിയുടെ പാട്ടുകൾ പോലും അല്ല ഞാൻ പറയുന്നത്. ഉറുമിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഓഡിയോ CD ആക്കി കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത്. അതൊരു ഭയങ്കര രസമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ എനിക്ക് ദീപകിന് അങ്ങനൊരു ഫാക്കൽറ്റി ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ദീപകിനോട് ഞാൻ അറിയാലോ നിർബന്ധം പിടിച്ചത്, ഇല്ല കഥ കേട്ടാൽ പറ്റില്ല, നിങ്ങൾ 2 മണിക്കൂർ എടുത്ത് സ്ക്രിപ്റ്റ് തന്നെ കേൾക്കണം എന്ന് നിർബന്ധം പിടിച്ചത്. ദീപക് ഭയങ്കര മടിയാണ് സ്ക്രിപ്റ്റ് കേൾക്കാൻ. അല്ലെങ്കിൽ കഥ പറഞ്ഞാൽ പോരെ, അവന് പോരാ സ്ക്രിപ്റ്റ് കേൾക്കണം, ഞാൻ കഥ കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു. സ്ക്രിപ്റ്റ് പറഞ്ഞ് അപ്പം തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. ദീപകിനെ നമ്മൾ ഭയങ്കരമായിട്ട് റാഗ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. കാരണം ഈ സിനിമയുടെ റീ റെക്കോർഡിങ് 5 ദിവസമാണ്. ഒരു സാധാരണ സിനിമയ്ക്ക് 10 മുതൽ 20 ദിവസങ്ങൾ വരെ എടുക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഈ സിനിമയുടെ റീ റെക്കോർഡിങ് 5 ദിവസം മുഴുവൻ തന്നെ ഇല്ല. ആക്ച്വലി ഒരു 4.5 ഡേയ്സ് ആണ് ഈ സിനിമയുടെ റീ റെക്കോർഡിങ്ങിന് നമ്മൾ സമയം കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ദീപക് ദേവിൻ്റെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള സിനിമ 7th ഡേ ആയിരിക്കും. അത് പ്രത്യേകിച്ച് ചില സിഗ്നേച്ചർ തീംസ് ഉണ്ട് ഇതിൽ. ചാർലി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ തീം, ഡേവിഡ് അബ്രഹാം എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ തീം, ഫിയർ എന്ന് പറയുന്ന ഇമോഷൻ ഒരു തീമുണ്ട്. അത്തരം തീംസിൽ ദീപക് നെയിൽ ചെയ്തു അതെന്ന് പറയുന്നത് തന്നെയാണ് ദീപകിൻ്റെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ദീപകിൻ്റെ വിജയം. എഗെയിൻ സുജിത്തിന് കാര്യം പറഞ്ഞ പോലെയാണ് ഞാൻ ഭയങ്കര ഒരു കംഫർട്ട് ഇക്വേഷൻ ഷെയർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ്. ഇൻ ദ സെൻസ്
പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഏത് പാതിരാത്രി വേണമെങ്കിൽ വിളിച്ചിട്ട് എന്തൊരു ബോർ അത് വേറൊന്നും ചെയ്തതാന്ന് അപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ ഒരു സോങ് ഓൾറെഡി കമ്പോസ് ആ കാര്യത്തിലൊന്നും യാതൊരുവിധ ഈഗോ ഇല്ലാത്ത ആളാണ് കേട്ടോ ദീപക്. നമുക്കൊരു പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്താ ഇഷ്ടപ്പെടാത്ത അങ്ങനൊന്നുമില്ല. ദീപക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നമുക്ക് വേറെ ട്രൈ അപ്പം തന്നെ പുള്ളിക്കാരൻ വേറെ. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ദീപകേട്ടൻ ചെയ്യുന്ന എല്ലാ പടത്തും രാജുവേട്ടനെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട്. അല്ല അതുകൊണ്ടാണ് രാജുവേട്ടൻ അറിയാമെന്നറിയില്ല, നമുക്ക് പറ്റുമെങ്കിൽ പൃഥ്വിയെ കൊണ്ട് ഈ പടത്തിൽ ഒരു പാട്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞ പാട്ട് തപ്പി അതിനോട് പുതിയ മുഖം ആക്ച്വലി ഇൻസിഡന്റൽ ആയിട്ട് സംഭവിച്ചാണ്. ഒരു ടൈറ്റിൽ സോങ് വേണമെന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുന്ന ഷൂട്ടിംഗ് തുടങ്ങിയ പകുതിയായിട്ടാണ്. അത് പകുതിയായപ്പോൾ പിന്നെ അവസാനം ദീപക് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തു. ഈ സിനിമ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ഈ സിനിമ ഞാൻ തിരിച്ചൊരു പണി കൊടുത്തല്ലോ. കാരണം ഈ സിനിമ ഞാൻ ദീപകിനെ കൊണ്ട് പാടി. ഈ സിനിമയിൽ നമ്മൾ ഇതിന്റെ റെക്കോർഡിംഗ് സമയത്ത് സുഹിത്തേട്ടൻ ചോദിച്ചിരുന്നു, ഇത് ഇവർ തമ്മിൽ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടാണോ ഇത് കളിക്കാൻ തുടങ്ങിയത്? കാരണം ദീപക് പൃഥ്വിയെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കുന്നു, പൃഥ്വി ദീപകിനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കുന്നു. ഞാൻ ദീപകിനോട് പാട്ട് പാടിയ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആ പാട്ട് ഈ സിനിമയുടെ ഏത് ഘട്ടത്തിലാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അല്ലേ, അവസാന നിമിഷമാണ്. നമ്മൾ ആക്ച്വലി അതൊരു മ്യൂസിക്കൽ മൊണ്ടാഷ് ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു റഫ് എഡിറ്റ് കണ്ടു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ഒരു പാട്ടാണ് ശരിക്കും വേണ്ടത് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത വിഷ്വൽസിന്റെ മുകളിലൂടെയാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ആ പാട്ടെല്ലാം കൂടെ റെഡിയായി വന്നത് ഏതാണ്ട് റിലീസിന് 2 ദിവസം മുമ്പാണ്. അപ്പോൾ അന്ന് ആക്ച്വലി നമ്മൾ 1-2 സിംഗേഴ്സിനെയൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും ഷോ എന്നൊക്കെ പറഞ്ഞ് ദുബായ് അവിടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ദീപക് പാട്ടായോ, പാട്ടായി ശരി എന്നെ പാട്ട് കേൾപ്പിക്കുന്നവർ ഞാൻ ഹെഡ്ഫോൺസിൽ കേൾപ്പിച്ചപ്പോൾ ദീപക് പാടിയ വേർഷനാണ് കേൾപ്പിച്ചത്. ഞാൻ പറഞ്ഞു ഗംഭീരമാണ് ദീപക്, പാടിക്കോളൂ. ഇത് ഞാൻ പറയാൻ കാര്യം ആക്ച്വലി വേറെ സമയമില്ലാത്തതാണ്, പക്ഷേ അയാൾ നന്നായിട്ട് പാടി എന്നുള്ളത് സത്യാവസ്ഥ. അങ്ങനെ ദീപകിന്റെ ഡെബ്യൂ ആസ് എ സിംഗർ 7th ഡേയിൽ സംഭവിച്ചു. പിന്നെ നമ്മൾ പറയാൻ മറന്നുപോയി, ഞാനും ശ്യാമേട്ടനൊക്കെ ആദ്യം വന്ന സമയത്ത് രാജുവേട്ടൻ ആകെ പരിചയം ഉണ്ടായിരുന്ന ഒരാളെ നമ്മുടെ കൂടെ നിന്നു, ഷിബുവേട്ടനാണ്. നിങ്ങൾ ഷിബുവേട്ടനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയുമെന്ന് അറിയില്ല. 19 വർഷം 20 വർഷത്തിനടുത്തായി സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി മൈന, കുംകി, 22 ഫീമെയിൽ കോട്ട, അവസാനം മങ്കിപ്പൻ വരെയുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ. ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ടുള്ള ഒരു രാജുവേട്ടനാണ് വാസ്തവം മുതലേ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നത് ഷിബുവായിട്ട്. ഷിബു ഒരു നല്ല ഓർഗനൈസർ ആണെന്നുള്ളത് നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ അല്ല, ഒരു വർഷം മുമ്പുള്ള മലയാള സിനിമയുടെ അവസ്ഥയിൽ ഏറ്റവും ആവശ്യം പണമല്ല, ഓർഗനൈസിങ് കേപ്പബിലിറ്റിയാണ്. കാരണം ഒരു വർഷം മുമ്പുള്ള മലയാള സിനിമയിൽ ഫൈനാൻസ് റേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ഇഷ്യൂ ആയിരുന്നില്ല. കാരണം TV ചാനലുകളെല്ലാം സാറ്റലൈറ്റ് റൈറ്റ്സിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമുക്ക് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചാനൽ ചെയ്ത് അത് കൃത്യമായി എങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളൊരു ഓർഗനൈസിങ് കേപ്പബിലിറ്റിയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ഷിബുവിനുണ്ട് 100%, 100% 150% ഷിബു ഒരു ഉഗ്രൻ ഓർഗനൈസറാണ്. പിന്നെ ഓഫ്കോഴ്സ് വന്ന് ഈ സിനിമ നമ്മൾ ചെയ്ത കാലഘട്ടമായപ്പോൾ മലയാള സിനിമയുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ മാറി അല്ലെ, സാറ്റലൈറ്റ് റൈറ്റ്സിന്റെ കാര്യങ്ങളെല്ലാം മാറി. പക്ഷേ അപ്പോഴും എനിക്ക് ഷിബുവിൽ ഉണ്ടായിരുന്ന വിശ്വാസം, ഷിബു ഈ സിനിമ തീർക്കും എന്ന് എനിക്കറിയാം. ഷിബു ഈ സിനിമ തീർത്താൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ഈ സിനിമ ഇറക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഷിബു സിനിമ തീർത്തു, ഞാൻ ഈ സിനിമ ഇറക്കി. അതെ, അതിന്റെ കൂടെ പക്ഷേ എനിക്ക് എപ്പോഴും ഓർത്ത് പറയേണ്ട കാര്യം, നമ്മൾ രാജുവേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാതിരിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം ഈ സിനിമയിൽ നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് സുജിത്തും ഞാനും കൂടെ ഷിബുവിനോട് ആദ്യം ആവശ്യപ്പെട്ടൊരു ലിസ്റ്റ് ഓഫ് എക്വിപ്മെന്റ്സ് ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണം. ഇവർ പുതിയ പിള്ളേരാണ്ട് നിങ്ങളോട് ചോദിക്കാൻ പേടിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന കാര്യങ്ങൾ വേണം. ഓക്കെ എന്ന് എന്നോട് പറഞ്ഞിട്ട് അതിൽ ഒരു കാര്യം പോലും ലൊക്കേഷനിൽ എത്താതിരുന്നിട്ടില്ല. അപ്പോൾ അത് ഒരുപാട് കോടികൾ മുടക്കിയെടുത്ത ചില സിനിമകളിൽ അത് സംഭവിക്കാറില്ല എൻ്റെ അനുഭവത്തിൽ. എന്നാൽ ഷിബു അത് എന്ത് ഈ സിനിമയ്ക്ക് വേണമോ അത് നമുക്ക് തന്നു എന്നുള്ളത് അത് അയാളുടെ ക്രെഡിറ്റ് ആണ്. ഈവൻ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ സാറ്റലൈറ്റ് റൈറ്റ്സും ഫണ്ടിങ്ങും ഒക്കെ ഒരു വലിയ ക്രൈസിസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്ത ആ ടൈറ്റിൽ സോങ്, അതിന് പോലും നമുക്ക് എന്ത് വേണമോ അത് ഷിബു അവിടെ എത്തിച്ചു തന്നു പറയുന്നതാണ് ആ പ്രൊഡ്യൂസർ. അപ്പോൾ ആ കൺവിക്ഷൻ ഉണ്ടല്ലോ, അതായത് അയാൾ അതൊക്കെ ചെയ്യാൻ കാര്യം എന്താണ്, അയാൾക്ക് സ്ക്രിപ്റ്റിൽ വിശ്വാസമുണ്ട്. അയാൾ സാറ്റലൈറ്റ് റൈറ്റ്സ് പോയില്ലെങ്കിലും എന്ത് സംഭവിച്ചാലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഓടി എനിക്ക് ഈ സിനിമയിൽ നിന്ന് കാശ് കിട്ടുമെന്ന് പറയുന്ന ആ പ്രൊഡ്യൂസറിന്റെ ഒരു കൺവിക്ഷൻ, ആ കൺവിക്ഷനാണ് ഒരു പ്രൊഡ്യൂസറിന്റെ വിജയം. ആ കൺവിക്ഷനോട് കൂടി മാത്രമേ ഒരു സിനിമ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഞാൻ എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും പറയുന്നത്. ഞാനൊരു പ്രൊഡ്യൂസറാണ്, അതുകൊണ്ടാണ് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഈ പൈസ മുടക്കിയാൽ എങ്ങനെയാണ്, ആ പേടി പാടില്ല ഒരു സിനിമയിൽ. അല്ല, ഇത് ഞാൻ എന്ത് മുടക്കിയാൽ ഈ സിനിമയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ കൺവിക്ഷൻ ഉള്ളിടത്തോളം കാലം ഒരു പ്രൊഡ്യൂസർ നല്ല പ്രൊഡ്യൂസറാണ്. ഇപ്പൊ ഈ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ ഷിബു മുടക്കിയ പൈസ അല്ല, ഷിബുവിന് നല്ല ലാഭം കിട്ടിയ പൈസ, അത് എനിക്ക് നല്ല ഉറപ്പാണ്. ആ ലാഭം അയാൾ അർഹിക്കുന്നതാണ്. ആ ഷിബുവിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ കാര്യമായ ലാഭം ഷിബു അർഹിക്കുന്നതാണ്. കാരണം അത്രയും ഈ സിനിമയിൽ വിശ്വാസം ഷിബു കാണിച്ചു. പിന്നെ എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാനിതിന്റെ ഡിസ്ട്രിബ്യൂട്ടറോട് ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ആധികാരികമായിട്ട് അറിയാം. കാരണം ഇത് ഫസ്റ്റ് ഡേ, ഓഫ്കോഴ്സ് ഫസ്റ്റ് 2 ഷോ ഒക്കെ ഫുൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് ക്രൗഡായിരുന്നു.
പക്ഷെ അതിനുശേഷം ഭയങ്കരമായിട്ട് കുടുംബങ്ങൾ, ഫാമിലീസ്, കാറിൽ അച്ഛനമ്മ മക്കൾ എന്നൊക്കെ പറഞ്ഞു വരുന്ന കുടുംബ പ്രേക്ഷകർ ഒരുപാട് ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു കാര്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കുടുംബ പ്രേക്ഷകരുടെ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഫോമാറ്റ് ഉണ്ടോ? ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിൻ്റെ കഥ പറയുന്ന കുറേ അമ്മമ്മമാരും അപ്പപ്പന്മാരും അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയൊക്കെ ഉള്ള അത്തരം സിനിമകളാണോ കുടുംബ സിനിമകൾ? അല്ലാതെ നല്ലൊരു സിനിമ കുടുംബത്തിന് പോയി കണ്ടുകൂടെ? ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്കൊന്ന് ആ ഒരു മുൻവിധി ഇല്ലാതെ ഒരു നല്ല ത്രില്ലർ സിനിമയാണ്, അത് കുടുംബസമേതം കാണണം എന്ന് തീരുമാനിച്ച് വന്ന് കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് പോകുന്ന വളരെ നല്ലൊരു പ്രവണതയാണ്. എനിക്ക് ഇനിയും പറയാനുള്ളതും അത് തന്നെയാണ്. ഇപ്പോൾ ഈ വിഷുക്കാലത്ത് സെവൻത് റിലീസായി ഒരു ഭയങ്കര വലിയ റിസപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം ഇത്രയധികം കളക്ഷൻ വന്ന വേറൊരു സിനിമയില്ല. അപ്പോൾ അത്ര വലിയ റിസപ്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടി. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും എനിക്കറിയാം ഹൗസ്ഫുള്ളാണ് കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഷോ. അതും വലിയ സന്തോഷമുള്ള കാര്യം. ഇനിയും എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. ഈ സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. കണ്ടവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതിൻ്റെ അവസാനം എന്താണെന്ന് അറിഞ്ഞിട്ട് ഒന്നുകൂടി കാണുമ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ഹിൻറ്റുകൾ, ഇതിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ പറയുന്ന ആ രഹസ്യത്തിൻ്റെ, വെളിപ്പെടുത്തുന്ന ആ രഹസ്യത്തിൻ്റെ ചെറിയ ചെറിയ ഹിൻറ്റുകൾ ത്രൂ ഔട്ട് സിനിമയിൽ നമ്മൾ ഹിൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഹിൻറ്റുകൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നൊരു വളരെ എൻജോയബിൾ വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും.